ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോൾ ലൈവിൽ ആദ്യമായി വന്ന് കുറേ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അനുമോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. അനുമോൾ പറയുന്നത്, ഞാൻ ലൈവ് അങ്ങനെ പോകാറില്ല. ബിഗ് ബോസിന് ശേഷം എൻ്റെ ആദ്യത്തെ ലൈവാണ്. ഇറങ്ങിയതിന് ശേഷം എനിക്ക് കോൾഡ്, ചുമ, തുമ്മലൊക്കെ പിടിച്ചു. എൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ ശരിക്കും അവിടെ ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റുള്ളവർ ഗോസിപ്പ് പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, ഷെഡിട്ടുണ്ടോ നോക്കലും, പുതപ്പിൻ്റെ അടിയിലെ പ്രശ്നങ്ങൾ നോക്കലും, അതുപോലെ തന്നെ ജാക്കി വെക്കുന്ന കാര്യങ്ങൾ പറയലും, ഇതൊക്കെ ആയിരുന്നു ശരിക്കും നാട്ടിലും ജീവിക്കുമ്പോൾ. അപ്പോൾ ഞാനവിടെ ജീവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പരദൂഷണം കമ്മിറ്റി ആയിരുന്നോ നാട്ടിലും എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് നോസ് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോസ് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുന്നേ ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വന്നിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ ഒരു സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിരൺ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ഇപ്പോൾ കൂടുതൽ സഹായിക്കുന്നത്. ഇപ്പോൾ ഒരു മാനേജർ മൂപ്പരാളാണെന്ന് തോന്നുന്നു, മാനേജറാക്കി വെച്ചിട്ടുണ്ട്. അടുത്തുള്ള വീട്ടിലത്തെ ഒരു പയ്യനാണെന്ന് പറയുന്നു, ബന്ധു ആണെന്ന് പറയുന്നു. പക്ഷേ ബന്ധു അല്ല, അടുത്തുള്ള വീട്ടിലത്തെ പയ്യനാണ്. അതിന് ക്യാഷ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഓൺലൈനിൽ അനുമോൾക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഇപ്പം ഞാൻ സർജറി ചെയ്യാൻ പോകില്ല, കാരണം മറ്റുള്ളവരെല്ലാവരും എന്നോട് പറഞ്ഞു ബിഗ് ബോസിൻ്റെ ഫെയിമിൽ വരുന്ന പ്രോഗ്രാംസ് ഇപ്പോൾ എടുക്കണം, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെയിം ഉണ്ടാവുകയില്ല. ശരിയാണ്, ഒരു വർഷം കഴിഞ്ഞാൽ അവർക്ക് ഫെയിം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഫെയിമിൽ എടുത്തതിന് ശേഷം സർജറി ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ മാസം ഫുള്ള് ദുബായിലായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അനുമോൾ പറയുന്നത് കൊച്ചു കൊച്ചു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പോയിക്കോളൂ, അത് നമ്മളെ കാണിക്കുന്നില്ല, നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പറയാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത്. നീ ഇരിക്കുക എന്ന് പറഞ്ഞ് കിരണിനെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചേച്ചി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. എന്നിട്ട് പിന്നെ ആൾ പറയുന്നുണ്ട്, 14 ലക്ഷം പേര് വോട്ട് ചെയ്തിരിക്കുന്നു, എനിക്ക് വളരെ നന്ദിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്ലാച്ചി ഓർക്കാണോ ചേച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണത്, എന്നെക്കാളും സ്റ്റാർ അയക്കുന്നത് പ്ലാച്ചിയാണ്, പക്ഷേ എനിക്ക് സങ്കടമുണ്ട്, പ്ലാച്ചിയുടെ ഉള്ളിൽ ചാത്തനുണ്ട് എന്നൊക്കെ പറഞ്ഞു. എടി നിന്നെ ചാത്തനുണ്ട് എന്നൊക്കെ പറഞ്ഞു, എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയോ എനിക്ക്, ഇനി ഈ പ്ലാച്ചിനെ വെച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ എന്ന് പറയുന്നത് കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്നവർക്കറിയാം ഞാൻ ജീവിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ ചിരി വരുന്നത്. കാരണം ജീവിക്കുന്ന സംഭവമാണ് നമ്മളവിടെ കണ്ടത്, മറ്റുള്ളവർ മുഴുവൻ കരിവരുത്തിക്കുന്നതാണ് കേട്ടോ. ഇനി പ്ലാച്ചി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലൊരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് ആക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വരണോ കൊച്ചിയിൽ വരണോ എന്നതാണ് എൻ്റെ കൺഫ്യൂഷൻ. ട്രിവാൻഡ്രത്ത് മാത്രം വരികയാണെങ്കിൽ കാസർഗോഡ് മുതലുള്ള ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ കൊച്ചിയിൽ വരികയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് മിഡിൽ ലെവലിൽ വരികയാണെങ്കിൽ വടക്ക് ഭാഗത്തുനിന്നും തെക്ക് ഭാഗത്തുനിന്നും വരാൻ സുഖമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു അവിടെ. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, വലിയ സന്തോഷം വരും, എൻ്റെ സത്യം വിജയിക്കും എന്നൊക്കെ ഞാൻ തോന്നിയിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ സമയത്ത് ഇപ്പോൾ ഈ അനുമോള് ലൈവ് ഇടുന്ന സമയത്ത് 9,000 സംതിങ് ഒക്കെ ലൈവ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അനുമോൾ പറയുന്നത് താല്പര്യമില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് അനുമോളെ കുറിച്ച് അവിടെ ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അപ്പോൾ പറയുന്നത്, ഈ താല്പര്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കേണ്ട, ഞാൻ റിപ്ലൈ തരില്ല. അപ്പോൾ അതെന്ത് പരിപാടിയാണ്? അനുമോൾ ചെയ്തു വെച്ച നെഗറ്റീവ് കാര്യങ്ങൾ കുറേ ഉണ്ട്, ആ കാര്യങ്ങളും ഞങ്ങൾക്കറിയണം. അതൊന്നും പറയാതെ എന്നെ സന്തോഷിപ്പിക്കൂ, എന്നെ നല്ലത് പറയുന്നത് മാത്രമേ ഞാൻ റിപ്ലൈ തരുള്ളൂ എന്ന് പറയുന്നത് നല്ല പരിപാടിയല്ല. ഒരു ലൈവിന് വരികയാണെങ്കിൽ നമ്മളെ വേണ്ടാതിനും പറയുക, തെറി പറയുക ഒന്നുമില്ലല്ലോ. നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ, ആ ചെയ്തു വെച്ച കാര്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ തന്നെ കൊടുക്കണം, നമ്മുടെ വായ കൊണ്ട് തന്നെ കൊടുക്കണം. അത് അനുമോൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അനുമോൾ പറയുന്നുണ്ട്, അമ്മ വന്നപ്പോൾ ഫാമിലി റൗണ്ടിൽ അമ്മ അകത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, 100 days നീ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ? ബിഗ് ബോസ് അത് അനുവദിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ടേ പാടില്ല, കാരണം ഇവരവിടെ ഒന്നും അറിയാതെ വേണം കളിക്കാൻ. അല്ല, നിനക്ക് നല്ല സപ്പോർട്ടുണ്ട്, ഈ ലെവലിലാണ് നീ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവർ ആ ലെവലിൽ ഒന്നും കൂടി മെച്ചപ്പെടുത്തി നോക്കും, മറ്റുള്ളവർക്ക് അത് അടിയായി മാറും. അങ്ങനെയല്ല, സ്വന്തമായിട്ട് കളിച്ച് ജയിക്കണം അല്ലേ. അനുമോൾ ഇവിടെ സ്വന്തമായി കളിച്ച് ജയിച്ചതല്ല, അനുമോൾക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസ് അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. അനീഷിന് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു, അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുമോളെക്കാളും ഫാൻ ബേസ് അനീഷിനാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്, സ്വന്തം നാട്ടിൽ സ്വീകരണം ലഭിച്ചപ്പോൾ അമ്മാവനാണ് വിളിച്ചു പറയുന്നത്, വേറൊരാൾ വിളിച്ചു പറയാനില്ല, ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടി വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ വിളക്ക് കൊണ്ടു കൊടുക്കുന്നത്
അച്ഛനാണ്, വേറൊരാൾ വിളക്ക് കൊണ്ട് കൊടുക്കാനില്ല, അവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു നാട്ടുകാരില്ല. അതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഓൺലൈൻ മീഡിയാസ് കുറേ മൊബൈലും ക്യാമറാസും പൊക്കി പിടിച്ച് നിൽക്കുക എന്നല്ലാതെ വേറൊരാളുണ്ടായിരുന്നില്ല. കൂടെ പോകുന്ന ബസ്സിലും ഓട്ടോറിക്ഷയിലും വണ്ടിയിൽ പോകുന്ന ആൾക്കാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത് വരെ നമ്മളതിൽ വീഡിയോയിൽ വ്യക്തമായി കണ്ടതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത വ്യക്തി ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അനീഷിനായിരിക്കണം. പക്ഷേ ഈ ഫാൻ ബേസിൻ്റെ വോട്ട് പ്ലസ് PR വോട്ട് കൂടിയപ്പോഴാണ് അനുമോള് ഹൈ ലെവലായത്. അങ്ങനെയാണ് അനുമോള് ജയിച്ചത്. അനുമോള് തന്നെ അവിടെ പറയുന്നുണ്ടല്ലോ, എനിക്ക് സെക്കൻഡ് ആകണമെന്ന് ആഗ്രഹമായിരുന്നു. അനുമോൾക്ക് തന്നെ അറിയാമായിരുന്നു എനിക്ക് സെക്കൻഡ് ആകുമെന്ന്. പക്ഷേ ഈ ലാസ്റ്റ് വീക്കിൽ എല്ലാ സാധനങ്ങളും അവിടെ ചെന്ന് ആകെ കോളാക്കി അനീഷിൻ്റെ കപ്പ് അനുമോളുടെ കയ്യിലേക്ക് ആക്കി കൊടുത്തു. PR പ്ലസ് ഫാൻ കൂടി അനുമോള്, ഫാൻസ് പ്ലസ് PR കൂടി. അപ്പോൾ അനുമോൾ അങ്ങോട്ട് ഫസ്റ്റ് കിട്ടി. അത്രയും ഉണ്ടായുള്ളൂ. ഇനി നിങ്ങളെല്ലാവരും ബിഗ് ബോസിൽ പോകണം കേട്ടോ, ഉറപ്പായിട്ട് പോകണം, ഗുണം ചെയ്യുന്നു വരുന്നു. പക്ഷെ ഞങ്ങളുടെ എല്ലാവരെങ്കിലും 16 ലക്ഷം കൊടുക്കാനില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾ അന്നേക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണം ചെയ്യാനൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് 16-20 ലക്ഷം, ഇനി അടുത്ത വട്ടം 20 ലക്ഷമായിരിക്കും ഒക്കെ കൊടുത്ത് അവിടെ കയറിയിട്ട് നിങ്ങളുടെ മുന്നിൽ വേണം ഞങ്ങൾ ജയിക്കാൻ. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു തരും അനുമോള്. പിന്നെ ബിഗ് ബോസിൽ എൻ്റെ സ്വഭാവം ഭയങ്കര അഗ്രസീവായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ പോയാലേ അറിയുകയുള്ളൂ, നിങ്ങളും അഗ്രസീവ് ആവുമെന്ന് പറയുന്നത്. അത്രയും വല്ലാത്ത ഇതാണ്. പക്ഷെ അവിടെ വേറെ 25 മത്സരാർത്ഥികളുണ്ടായിരുന്നു. അവരൊന്നും ഇത്രയും അഗ്രസീവ് ആയിരുന്നില്ല. മറ്റുള്ളവരുടെ പുതപ്പിനടിക്ക് പോയിട്ടില്ല, ആരുടെയും ഷെഡ്ഡി ഒളിഞ്ഞു നോക്കിയിട്ടില്ല, ആരുടെയും കിടന്നുറങ്ങുന്ന സമയത്ത് അവർ ഷെഡ് ഇട്ടിട്ടുണ്ടോ, ട്രൗസർ ഇട്ടിട്ടുണ്ടോ, ഒരു വസ്ത്രം ഇട്ടിട്ടുണ്ടോ ഒന്നും നോക്കിയിട്ടില്ല. മറ്റുള്ളവർ പരദൂഷണം പറഞ്ഞിട്ടില്ല, ജാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഗെയിം നടക്കുമ്പോൾ മറ്റുള്ളവരെ കരഞ്ഞ് നിലവിളിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അനുമോളെ ഈ പറയുന്നതൊന്നും ശരിയല്ലല്ലോ. പ്ലാച്ചി പോസിറ്റീവ് എനർജിയാണ് നൽകുന്നതെന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ അനുമോൾ കൊണ്ടുപോയപ്പോൾ കുറേ വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുപോയി ഇത്രേ. ഇപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ തന്നെ ഗണപതിയുടെയൊക്കെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി. ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കേട്ടോ, അല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങൾ. അതൊന്നും അതിനുള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു ഈ പ്ലാച്ചിനെ കയറ്റാൻ പറ്റുമോ ചോദിച്ചു. ആ പ്ലാച്ചിനെ കയറ്റാമെന്ന് പറഞ്ഞു. പിന്നെ അനുമോൾ അവിടെ പറയുന്നുണ്ട് ഷാനവാസ് അന്വേഷിച്ചു കോംബോ നല്ല സൂപ്പർ കോംബോ ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ കൂടെ ഞാനും കൂടി ആയപ്പോൾ ഒന്നും കൂടി സൂപ്പറായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അനുമോൾ പറയാണ് ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാണ് ആൾക്കാർ. പറയുന്നവരൊക്കെ പറയട്ടെ കേട്ടോ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കപ്പൊക്കെ കിട്ടി കഴിഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് മേടിച്ച് കഴിഞ്ഞല്ലോ. എന്നെ മോശം പറയുന്നവരെ നിങ്ങൾ മോശമൊന്നും പറയരുത് കേട്ടോ. അനുമോൾ പറയുന്നത് നിങ്ങൾ മോശമൊന്നും പറയരുത്. ഞാൻ അവിടെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് കപ്പും അത്യാവശ്യം പൈസയും ഫെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം പറഞ്ഞ് നിങ്ങൾ കളിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് ഒന്നുമില്ലല്ലോ, ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന ലെവലിലാണ് അനുമോൾ സംസാരിക്കുന്നത്. കപ്പ് കിട്ടാൻ അർഹതയില്ല എന്നാണ് പറയുന്നത്. അവരൊക്കെ ആ പറയുന്നവർ അസൂയാലുക്കളാണെന്നേ. അനുമോൾ പറയാം ഭയങ്കര അസൂയുള്ളവരാണ്. ഞാൻ പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ 100 ദിവസം അവിടെ നിന്ന് അമ്പലങ്ങളിലൊക്കെ പോകാമെന്ന് കുറേ നേർന്നിട്ടുണ്ട് ഞാൻ. ഇനി ഗുരുവായൂരൊക്കെ വരണം. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരു അമ്പലത്തിലൊക്കെ പോയി ചുറ്റി, എന്താ വാഴക്കാവോ വാഴയിലോ, അനുമോൾക്ക് പോലും അറിയുന്നില്ല അമ്പലത്തിൻ്റെ പേര്. അനുമോൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു, എൻ്റെ തലക്കകത്ത് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ അമ്പലത്തിൽ രാവിലെ പോയി തൊഴുത് ഞാൻ ഇവിടെ നിന്നാണ് ബിഗ് ബോസിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഈ അമ്പലത്തിൽ ചെന്ന് വഴിപാട് നടത്തിയിട്ടാണ് പോയത്. ആ അമ്പലത്തിലാണ് ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞേക്ക് ഗുരുവായൂരും കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനപ്പുറം വേറെ നമ്മുടെ നൂറ ആദില വന്നിട്ട് ലൈവിൽ വന്നിട്ട് അനുമോളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതും നല്ല വിറ്റാണ്. ഇവർ അങ്ങോട്ട് പിന്നെ നൂറ ആദിലയുടെ ക്യാരക്ടർ നമ്മൾ ശരിക്കും ഓൾറെഡി മനസ്സിലായതാണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നോക്കൂ. നമുക്ക് അനുവിനോട് ഒരു പ്രശ്നമില്ല, അനുവിന് ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല. പിന്നെ തിരക്കുകൾ കാരണങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ ആ ഒരു ഇതൊന്നും കാണാൻ പറ്റാത്തത്. അല്ലാണ്ട് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ബിഗ് ബോസിൽ നൂറ അല്ലാണ്ട് ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അനുമോളെ ഷാനവാസ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. ട്രൈ ടു പോസ്റ്റ് എ ഫോട്ടോ വിത്ത് അനുമോൾ ആൻഡ് ഷാനവാസ്. ഇൻഷാല്ലാ നോക്കട്ടെ. അനുവിൻ്റെ വീട്ടിലെന്നാ പോകുന്നേ, അനു വിളിക്കട്ടെ, അവള് വീട്ടിലോട്ട് ക്ഷണിക്കട്ടെ. അപ്പോൾ പോവാ അയച്ചുവിടാലോ പട്ടാ ഗേൾസ്. അനുവായിട്ട് പാച്ചപ്പ് ആവണം കേട്ടോ. അതിന് ഞങ്ങൾക്ക് അനുവായിട്ട് ഒരു പ്രശ്നവുമില്ല. ടു ബി ഫ്രാങ്ക്, ഞങ്ങൾക്ക് അവളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ഇപ്പോൾ അനുമോളോടാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവളോട് യാതൊരു വിധ ഇഷ്ടക്കേടോ തെറ്റിദ്ധാരണ ഒന്നുമില്ല, ഇഷ്ടം മാത്രം. കേട്ടല്ലോ, ഇഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കണ്ടതാണ് അവരുടെ ഇഷ്ടങ്ങളല്ലേ.
അപ്പോൾ കാണുന്നവൻ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവരുടെ ക്യാരക്ടറൊക്കെ നമുക്ക് മനസ്സിലായതാണ്. അനുമോൾ വിശ്വസിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വാസത്തിൽ എടുത്ത് അവർ ആ സമയത്ത് അനുമോളുടെ സെറ്റായിരുന്നു, അതെടുത്ത് പിന്നീട് പ്രയോഗിക്കുന്ന ആൾക്കാരാണ്. സ്വന്തം ഉപ്പുമാനെ വരെ അങ്ങനെ പ്രയോഗിച്ച ആൾക്കാരാണ്. അപ്പം പിന്നെ ഈ അനുമോളുടെ കാര്യത്തിൽ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ക്യാരക്ടറും അനുമോളുടെ ക്യാരക്ടറും അനീഷിൻ്റെ ക്യാരക്ടറും എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇനി ആരൊന്നും നമുക്ക് പുട്ട് ചെയ്ത് തരണ്ട, നമുക്കെല്ലാം 100 ഡേയ്സിൽ ഇവരെല്ലാവരും നമുക്ക് പഠിച്ചു കഴിഞ്ഞു. 24 hours ഇവരെ കണ്ടിരുന്നത്. ഇനി ഇവർ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും എത്ര ഇത് ഫൗണ്ടേഷൻ ഇട്ട് വന്നാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇനി അനുമോൾ ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കും, ഇപ്പോൾ നോക്കിയിരുന്നാൽ മതി അവർ വീട്ടിലേക്ക് വിളിക്കുന്നു. ഇപ്പോൾ ഒരാൾ വീട്ടിലേക്ക് വിളിച്ചാൽ ആ സംഭവം തന്നെ നാണക്കേട് മാറിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ അനുമോൾ വേണമെങ്കിൽ വല്ല PR-നെ കൊണ്ട് വിനുവിനെ കൊണ്ട് വിളിപ്പിക്കും. എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പറയും എൻ്റെ അറിവോട് കൂടിയിട്ടല്ല കേട്ടോ അവർ വന്നതെന്ന് പറയും. ഇവർ ചെല്ലും ചെയ്യും. PR വിളിച്ചാൽ ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ മതി, ആ വീട്ടിലത്തെ ഒരു പട്ടിയോ പൂച്ചയോ ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാൽ ബോബോ കാണിച്ച് ഇവർ നേരെ ഡ്രസ്സ് തൊട്ട് അണിഞ്ഞൊരുങ്ങി ചെന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അനുമോളുടെ ലൈവിൽ നടന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.